ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു അടിപൊളി വെറൈറ്റി മുട്ട പൊരിച്ചതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെയുള്ളൊരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓവനിലും വെക്കാം, ഗ്യാസിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം. ഞാനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു പാത്രം എടുത്തുന്നേ ഉള്ളൂ. നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഓവനിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെ മുട്ട ഓവനിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ മുട്ട വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നീളത്തിൽ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ മുട്ട ഇങ്ങനെ വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ എല്ലാ മുട്ടയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദയും അരിപ്പൊടിയും മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി കൂടി ചേർക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവ് ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി കൂടി ചേർക്കാം, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് കൂടി ആവശ്യമാണ്. അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. അതിനിടയിൽ നമ്മൾ ഓയിൽ ചൂടാവാൻ വെക്കാം, ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട ഈ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം. അതിൻ്റെ ഷേപ്പിലൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കണ്ട, ടേസ്റ്റിലാണ് കാര്യം. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയും ഇങ്ങനെ മാവിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് ആ ടൈമിൽ. അപ്പോൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത് ഒരു സൈഡ് പൊരിച്ച് കഴിഞ്ഞാൽ മറ്റു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റി മുട്ട ഫ്രൈ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.